KSUക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ അഭിപ്രായങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും CPM തമ്മിലുള്ള തർക്കവും വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്ത് തർക്കമാണ്? അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് പരിഹരിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇടതുമുന്നണിയിലാണ്. അത് നിങ്ങളാരും കാണുന്നില്ലല്ലോ. ഇടതുമുന്നണിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്, മുന്നണി കൂടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. KSU ആൾക്കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരാതി പരിഹരിക്കും, പരിശോധിക്കും. അത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊന്നുമില്ല. ആർക്കും ഞങ്ങളെയൊക്കെ നൂറുകണക്കിന് ആളുകളാണ് അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും അതൊന്നുമില്ല. മുഖ്യമന്ത്രി എല്ലാവർക്കും കാണാം. ഇപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ വന്ന് 7 മണി മുതൽ എല്ലാവരും കാണുക. അങ്ങനെ അല്ല KSUക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ അഭിപ്രായങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് ചില രീതികളുണ്ട്. അത് മുഖ്യമന്ത്രിയെ കണ്ടവർക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി കണ്ടാൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അദ്ദേഹം ഉൾക്കൊള്ളുമല്ലോ, ഉൾക്കൊള്ളാതിരിക്കില്ലല്ലോ. അതും അദ്ദേഹം മാത്രം, ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുമല്ലോ. ഏതായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ കൂടുതലുള്ളത് LDFിലാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളോട് പറയും. ഏതാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേസ് ഉണ്ടായിരുന്നു. പിന്നീട് പല പരാതിയും വന്നു. അപ്പോൾ അത് പിന്നീട് കേസന്വേഷണം നിലച്ചുപോയി. ഹൈക്കോടതി 3 മാസത്തിനകം അത് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതല്ലേ ED? അല്ലല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതെനിക്ക് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. അതെനിക്ക് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. ആ കേസിലെ പ്രതികൾക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. 40 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഇതൊരു സൂചനയാണ്. 40 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നില്ല. അപ്പോൾ അക്രമമല്ല ആവശ്യം. ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടത്തിയ അക്രമം അന്ന് തന്നെ എല്ലാവരും അപലപിച്ചതാണ്. 40 ദിവസം കഴിഞ്ഞിട്ട്, 40 ദിവസമാണ് എൻ്റെ വിശ്വാസം, കഴിഞ്ഞിട്ട് അവർക്ക് ജാമ്യം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അപ്പം ഇത് സമരം ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അവരും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അടുത്ത കാലത്തെങ്കിലും ഈ പവർ കട്ട് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ആലോചിക്കണം. വെള്ളമില്ല. നമ്മൾ ജലവൈദ്യുതി പദ്ധതികളെ ആശ്രയിച്ചാണ് കേരളത്തിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം. ഇത്തവണ മഴയില്ല. മഴയില്ലാത്തപ്പോൾ ജലസംഭരണികളിൽ വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ ആ സമയത്ത് അത് നമുക്ക് മറ്റെന്താ മാർഗം?